എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ആലു ഗോബി മസാലയാണ് കേട്ടോ. ലഞ്ച് ബോക്സിനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കണം എന്നുള്ളത് നോക്കാം. ആലു ഗോബി മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. 2 ഉരുളക്കിഴങ്ങ് മീഡിയം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. 2 തക്കാളി ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 2 ഉള്ളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അല്പം വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ടുണ്ട്. 2 ഗ്രീൻ ചില്ലിയും ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, റെഡ് ചില്ലി പൗഡർ, റെഡ് ചില്ലി ഹോള്, ഓയിൽ, ജീരകം, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് പാൻ എടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുക. അതിലോട്ട് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹോൾ റെഡ് ചില്ലി, ഗ്രീൻ ചില്ലി 2 എണ്ണം ചോപ്പ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്കതിലോട്ട് 2 ഒണിയൻ്റെ സ്ലൈസ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഇതുപോലെ ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കതിലോട്ട് കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഉരുളക്കിഴങ്ങ് ഉള്ളിയുടെ കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. രണ്ട് 3 മിനിറ്റിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഉള്ളിയുടെ കൂടെ ഈ ഉരുളക്കിഴങ്ങ് കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഡിഷിന്. ഇനി നമുക്ക് ഇതിലോട്ട് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ചെറിയ തീയിൽ വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ മസാല ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി ഇട്ട് കൊടുക്കണം. നമുക്ക് എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. ആവശ്യത്തിന് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഒന്ന് കുക്കാവാനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് കൂടി നമുക്ക് കുക്ക് ചെയ്യാം. മൂന്ന് മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അതിലോട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കോളിഫ്ലവറും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരല്പം വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം. ഉരുളക്കിഴങ്ങ് ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. നമുക്ക് കോളിഫ്ലവർ കൂടി കുക്കാനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ചെറിയ തീയിൽ നമുക്കൊരു 5 to 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറും ഉരുളക്കിഴങ്ങൊക്കെ കുക്കായിട്ടുണ്ടാകും കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് അതിലോട്ട് ഒരു തക്കാളി ഇതേപോലെ മീഡിയം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് നേരം കുക്ക് ചെയ്യണ്ട കേട്ടോ. ഒന്ന് ടോസ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ കുക്കായിട്ടുണ്ട്. കോളിഫ്ലവറും എല്ലാം കുക്കായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സിനൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണിത്. ഒരു അടിപൊളി ടേസ്റ്റും കൂടിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതേപോലെ തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി സബ്ജി തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിനി ഈ ഒരു റെസിപ്പി ലഞ്ച് ബോക്സിനൊക്കെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.